രാജു പി നായർ, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിന്റെ കാര്യത്തിലുമൊക്കെ ഈ സർക്കാരിന് പ്രശംസ നൽകിയത് താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ശശി തരൂർ MP ആണ്. അദ്ദേഹത്തെ നേരിട്ടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇന്ന് കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ഇന്നത്തെ ഈ ആഗോള നിക്ഷേപക പരിപാടി, അതിന് പൂർണ്ണ വിജയത്തിലെത്താനുള്ള എല്ലാ പിന്തുണയും പ്രതിപക്ഷം വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇന്ന് വേദിയിൽ പറഞ്ഞ ക്ലെയിമുകൾ, അതായത് ഒരു നിക്ഷേപകനും കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല, ചുവപ്പ് നാട ഇനി മുതൽ ഉണ്ടാകില്ല, മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആർക്കും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും പ്രതിപക്ഷം അംഗീകരിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊരു കൂട്ടായ രാഷ്ട്രീയത്തിന്റെ ദിനമായി കേരളത്തിന് വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള ഒരു കൂട്ടായ പ്രയത്നത്തിലേക്ക് പ്രതിപക്ഷം കണ്ണി ചേർക്കപ്പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗോപീഷൻ, ഒന്ന്, നമ്മൾ ഇക്കാലത്തെ പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയത്തിലും മാധ്യമ പ്രവർത്തനത്തിലും എല്ലാം കാണുന്നത് ബൈനറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബൈനറീസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് CPM-ഉം പിണറായി വിജയനും ശ്രമിക്കുന്നതും ബൈനറി ക്രിയേറ്റ് ചെയ്യാനാണ്. കാരണം ഈ സർക്കാരിന്റെ തെറ്റായ നടപടികളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചോദ്യം ചെയ്താൽ അപ്പോൾ തന്നെ സംസ്ഥാനത്തിനെതിരാണെന്നുള്ളൊരു ബൈനറി പിണറായി വിജയനും CPM-ഉം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ CPM സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗവുമായി സഹകരിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ എല്ലാ നടപടികളെയും പ്രതിപക്ഷം അംഗീകരിച്ചു എന്നുള്ളൊരു ബൈനറി അങ്ങും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു ബൈനറി ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ പുതിയ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുന്നതിനും പുതിയ സംരംഭങ്ങൾ വരുന്നതിനും ഞങ്ങൾ ഒരു കാലത്തും എതിരല്ല. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഞങ്ങൾ ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം അതിനെ എതിർത്തിരുന്നത് CPM-ആണ്. നമുക്കറിയാം, ഇപ്പൊ ആദ്യത്തെ ജിമ്മിനെതിരെ അങ്ങോട്ടേക്ക് ആ ലേമറിഡിയൻ കൺവെൻഷൻ സെന്ററിലേക്ക് പ്രതിഷേധം നടത്തിയത് ഇന്നത്തെ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നുള്ള കാര്യം മറക്കരുത്. ഞങ്ങൾ എവിടെയാ ചോദ്യം ചെയ്തത്? ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ശ്രീ രാജു പി നായർ, അന്ന് ജിമ്മിന്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, നിക്ഷേപത്തിന് വേണ്ടിയുള്ള ശരിയായ വഴികളെ CPIM-ഉം LDF-ഉം പ്രോത്സാഹിപ്പിക്കും എന്നായിരുന്നു. ഇന്ന് പ്രതിപക്ഷം പറഞ്ഞതുപോലെ തന്നെ ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിലേക്ക് വരികയാണ്. എന്നെ പറയാൻ അനുവദിക്കുക, അതിനകത്തേക്ക് വരിക. നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് വ്യവസായികൾക്ക് അനുകൂലമായ അന്തരീക്ഷമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ ഇന്ന് പീയൂഷ് ഗോയൽ അങ്ങനത്തെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞല്ലോ. ഇനിയും നമ്മളതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം കള്ളനാണ് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നതിന് തുല്യമാണ്. കള്ളത്തരം പറഞ്ഞു, ആ കള്ളത്തരം പറഞ്ഞത് തെറ്റാണെന്ന് അത് ആരാണോ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് ആ പ്രസാധകർ തന്നെ പറഞ്ഞു അങ്ങനൊന്നും ഒന്നില്ല, പണ്ടേ നിർത്തിപ്പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയും പറഞ്ഞു മുഖ്യമന്ത്രി അപമാനിക്കേണ്ട. നമ്മൾ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇതാണല്ലോ, അദ്ദേഹം വലിയൊരു നുണയെ ഇത്തരത്തിൽ പച്ചക്കള്ളം. അതൊന്ന് വിശദീകരിക്കോ ശ്രീ രാജു പി നായർ? എവിടെയാണ് മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നത്? അല്ല, ഒരു മിനിറ്റ് ഒന്ന് വിശദീകരിക്കാം. അതായത് 2021 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം 15 ആയിരുന്നു. ഇതിനുശേഷം ഇപ്പോഴുള്ളത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിന്റെ അതിൽ ഒടുവിലത്തെ പട്ടികയിൽ കേരളം ടോപ്പ് അച്ചീവർ റാങ്കിങ്ങിൽ 9 എണ്ണത്തിൽ 1-ാം സ്ഥാനക്കാരായി. അത് കേന്ദ്ര സർക്കാർ നടത്തുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം 1-ാം സ്ഥാനത്താണ്. ഇതിൽ തെറ്റുണ്ടോ പറഞ്ഞതിൽ? അല്ല, അത് രണ്ടു തരത്തിൽ തെറ്റുണ്ട്. ഒന്ന്, അദ്ദേഹം ഉപയോഗിച്ച ഫ്രേസ് അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് എന്നും പറയുന്നത്. അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ഗ്രേഡിംഗ് ആണ്. ആ ഗ്രേഡിംഗിൽ അവിടെ നിൽക്കട്ടെ. അതിനെ സംബന്ധിച്ചുള്ള തർക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ വഴിയെ പറയുക കൂടി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലെല്ലാം ആ അവകാശവാദങ്ങൾ പൊള്ളയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. നമ്മളൊരു പ്രോബ്ലം അഡ്രസ് ചെയ്യണമെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മലപ്പുറത്ത് വണ്ടൂരിൽ ഒരു ടൈല് കട CIT തൊഴിലാളികൾ കയറി പൂട്ടിച്ച വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെ? മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഞങ്ങളുടെ വ്യവസായ സൗഹാർദ്ദമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വണ്ടൂരിൽ ഒരു ടൈൽ കട പൂട്ടിച്ചതാണ് CITU, ഇല്ലേ?
നമ്മൾ നോക്കുകൂലിയുടെ പൊട്ടിച്ചതാണെന്ന് മാത്രമല്ല, അതിന്റെ ഉടമ പുറത്തൊരു ബോർഡ് എഴുതി വെക്കുകയും ചെയ്തു. ചുമട്ടു തൊഴിലാളികളുടെ നിരന്തരമായ കൂലി വർധനയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും കാരണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്നൊരു ബോർഡും കൂടെ എഴുതി വെച്ചു. ശരിയാണ്, വണ്ടൂരിൽ. അതെ അതെ. ഇപ്പൊ എന്തായാലും ഞാൻ കള്ളം എന്ന് പറഞ്ഞപ്പോ അങ്ങ് എതിർത്തു, അല്ലെങ്കിൽ അങ്ങനോട് വിശദീകരണം ചോദിച്ചു. ഇപ്പൊ അങ്ങ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കള്ളം കൂടി അങ്ങ് തന്നെ പറഞ്ഞുകൊണ്ട് നല്ലതായി, കുഴപ്പമില്ല, അതവിടെ നിൽക്കട്ടെ. നോക്കൂ, 2018 സിന്തായിട്ടിലെ ബിജു എഴുതിയിരിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നു അവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നതെന്ന്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ CPM എടുക്കുന്ന നിലപാട് ഇപ്പോഴും ആത്മാർത്ഥതയില്ലാത്തതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് 8.5 വർഷക്കാലമായിട്ട് UDF പ്രതിപക്ഷ സ്ഥാനത്താണ്. ഈ സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്, എത്രയോ സമരം ചെയ്യുന്ന നിലപാടുകളുണ്ട്. ഞങ്ങൾ ആ സമരത്തിലെല്ലാം എടുത്ത നിലപാട് എന്താ? പോസിറ്റീവാണ്. ഹർത്താൽ എന്ന് പറയുന്ന ഒരു സമരായുധം ഈ കാലത്തിന് യോജിച്ചതല്ല എന്നും കേരളത്തിന് വലിയ രീതിയിൽ അതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതും ചർച്ച നടത്തി. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഹർത്താലുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി വലിയ പ്രചാരണം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് എന്റെ പാർട്ടിയോടും അത് ബോധ്യപ്പെടുത്താനായി എന്ന ചാരിതാർത്ഥ്യമുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഹർത്താൽ എന്നൊരു സമരമാർഗം സ്വീകരിക്കില്ല എന്നും കഴിഞ്ഞ 9 വർഷം ഒരു അവസരത്തിലെങ്ങാണ്ടുമാണ് എന്നാണ് എന്റെ ഓർമ്മ. അത് തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ CPM പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കാവുന്ന ഹർത്താലുകൾ എത്രമാത്രം ഉണ്ടാകുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. CPM യാഥാർത്ഥ്യബോധത്തോടെയാണ് പറയുന്നതെങ്കിൽ ഈ നാടിനെ പുറത്തു വരെ അപമാനിക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്ന ഒരു സമര സംസ്കാരത്തെ ഇന്ന് ആ വേദിയിൽ ഇനി ഹർത്താൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ തയ്യാറാണോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ KPCC പ്രസിഡന്റും മുൻപ് രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഹർത്താലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ല് വരെ കൊണ്ടുവന്നു. ഞങ്ങളുടേതാണോ പോസിറ്റീവ് നിലപാട്? CPM-ന്റെ ആണോ പോസിറ്റീവ് നിലപാട്? നോക്കുകൂലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നോക്കുകൂലി സ്ഥിരമായിട്ട് നടക്കുകയല്ലേ? എന്റെ നാട്ടിൽ ഉൾപ്പെടെ CITU കയറി കടയടിച്ച് തകർത്തിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇതിൽ CITU എടുക്കുന്ന നിലപാടുകളെ നിയന്ത്രിക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ടോ? മറ്റെല്ലാം നിയന്ത്രിക്കുന്നുണ്ടല്ലോ, അഴിമതിക്ക് വേണ്ടി ഘടക കക്ഷികളെ വരെ നിയന്ത്രിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? വ്യവസായത്തിൽ ഏറ്റവും അധികം ഒരു ഇമേജ് മേക്ക് ഓവർ വേണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഗോപികൃഷ്ണൻ സമ്മതിക്കുമോ? സമ്മതിക്കും. ഇനി നോക്കൂ, കഴിഞ്ഞ നാളുകൾ ഈ പറയുന്ന അവകാശവാദങ്ങളെല്ലാം നിൽക്കട്ടെ, കേരളം വലിയ സ്റ്റാർട്ടപ്പ് രംഗത്ത് വന്നു. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഈ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ ഉൾപ്പെടെ വന്ന ഒരൊറ്റ പുതിയ കമ്പനിയുടെ പേര് പറ. പ്രധാനപ്പെട്ട കമ്പനി, ചെറിയ സ്റ്റാർട്ടപ്പുകളല്ല, പ്രധാനപ്പെട്ട കമ്പനി. ശ്രീ ശശി തരൂർ ഉൾപ്പെടെ നിസാനെ ടെക്നോ പാർക്കിൽ കൊണ്ടുവരാൻ വന്നിട്ട് അവസരം നടക്കാതെ പോയില്ലേ? സ്മാർട്ട് സിറ്റി ഐക്യജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റ് രൂപം കൊടുത്തല്ലേ? 90,000 തൊഴിലവസരങ്ങളും ടൗൺഷിപ്പ് ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ട് എന്തു സംഭവിച്ചു? ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യാവസായിക തലസ്ഥാനമായ ഇപ്പോൾ ജിമ്മ് നടക്കുന്ന ഈ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊച്ചി മെട്രോ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തിനുള്ളിൽ ആ പദ്ധതി ആവിഷ്കരിച്ച് പണം കണ്ടെത്തി അത് തുടങ്ങി വെച്ച് അതിന്റെ ആദ്യത്തെ റീച്ച് ഉദ്ഘാടനം ചെയ്താണ് പോകുന്നത്. 3 വർഷത്തിനുള്ളിൽ അല്ലെ? ഈ 3 വർഷം കൊണ്ട് പണി തീർത്ത ആദ്യത്തെ റീച്ച് കഴിഞ്ഞിട്ട് ആ 1ാം ഘട്ടത്തിലെ തൃപ്പൂണിത്തുറയിലെത്താൻ എത്ര വർഷം എടുത്തു? തൃപ്പൂണിത്തുറയിലെ SN ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 1.25 കിലോമീറ്ററിനപ്പുറം കൊച്ചിയിൽ ഈ കൊച്ചി മെട്രോ ഒറ്റ കിലോമീറ്റർ പുതുതായി നിർമ്മിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ? 2ാം ഘട്ടത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ ഉള്ള കാക്കനാടിലെ അനുമതി മേടിച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ പോയത്? കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ പ്രപ്പോസൽ ഉണ്ടായിരുന്നാണല്ലോ. എന്തു സംഭവിച്ചു? വിഴിഞ്ഞം തുടങ്ങി വെച്ചത് കേരളമല്ലേ? ഇന്ന് വിഴിഞ്ഞത്തെ കുറിച്ച് വലിയ കാര്യത്തെ ബഹുമാനപ്പെട്ട അദാനി എന്ന് ഇടതുപക്ഷ നിരീക്ഷകൻ വായിക്കുന്നുണ്ട്. ബഹുമാനം നല്ലതാണ്, ആയിക്കോട്ടെ, എല്ലാവരെയും ബഹുമാനിക്കാം. ആ വിഴിഞ്ഞം തുടങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് അഴിമതി ആരോപണം ഉന്നയിച്ചവരല്ലേ? ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ ഉണ്ടായ വ്യവസായ സംരംഭങ്ങളെ മുഴുവൻ, അത് ഒറ്റ ഒരു വ്യക്തിയുടെ സംരംഭമാണെങ്കിൽ പോലും ആന്തൂർ സാജിനെ പോലെയുള്ള, സുജാതനെ പോലെയുള്ള, കോട്ടയത്ത് ഒരു മനുഷ്യന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്ന പ്രവാസി ഓർമ്മയുണ്ടല്ലോ. നിരന്തരമായി സംരംഭകരെ പീഡിപ്പിക്കുന്ന, അവരെ പൂട്ടാൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സമരങ്ങൾ നടത്തിയതെല്ലാം ഇവരല്ലേ? നമുക്ക് വിശദമായി സംസാരിക്കാം. ശ്രീ രാജു പി നായർ, ആ കാര്യങ്ങൾ, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. അതിനിടയിൽ 2 കാര്യങ്ങൾ മാത്രമൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ മേരി ജോർജ് മാഡത്തിലേക്ക് പോകും. 2 കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതിനെ ഞാനും അംഗീകരിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. അത് താങ്കൾ തെറ്റായിട്ട് എന്നെ അതിലേക്ക് വലിച്ചിഴച്ചു എന്ന് ഞാൻ പറയും. കാരണം
മുഖ്യമന്ത്രി പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സാങ്കേതികമായ അതിൻ്റെ ഇൻഡെക്സുകൾ വെച്ചാണ്. ആ കാര്യത്തിൽ നിക്ഷേപ സംഗമത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തീർത്ത് അടുത്ത റാങ്കിങ്ങിൽ കേരളം 1-ാം സ്ഥാനത്തെത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ അല്ലെങ്കിൽ അത് ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് താങ്കൾ പറയുന്നത്. പക്ഷേ ഞാൻ സമ്മതിച്ചത് വണ്ടൂരിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വ്യാപാര സ്ഥാപനം അടച്ചിടാൻ ഈ തൊഴിലാളികൾ, അവർ ചുമട്ടു തൊഴിലാളികൾ കൂലി കൂട്ടിച്ചോദിച്ചതും പ്രശ്നമുണ്ടാക്കിയതും കാരണമായിട്ടുണ്ട്. അത് ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയും ചെയ്തു, വ്യക്തമാക്കിയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നടപ്പാക്കപ്പെടുന്ന പദ്ധതികൾ, കിട്ടുന്ന വാഗ്ദാനങ്ങൾ, ആ പ്രശ്നം ജിമ്മിനകത്തുണ്ട്. ജിമ്മിൽ പറഞ്ഞ ഉറപ്പാക്കി എന്ന് പറഞ്ഞ ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന പദ്ധതികളിൽ പകുതിയും കേരളത്തിന് കിട്ടിയിട്ടില്ല. എമർജിംഗ് കേരള പദ്ധതിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഫോക്സ് വാഗണിന്റെ 2000 കോടിയുടെ എഞ്ചിൻ അസംബ്ലി യൂണിറ്റ് വരുമെന്നാണ്. പക്ഷേ കമ്പനി പറഞ്ഞു ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നില്ല തുടങ്ങാൻ എന്നാണ്. 570 കോടിയുടെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഘടന നിർമ്മാണ യൂണിറ്റ്, 500 കോടിയുടെ സൗരോർജ്ജ പ്ലാന്റ്, ഇതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അങ്ങനെ ലുലു ഗ്രൂപ്പിന്റെ 4000 കോടിയുടെ മാളും ആസാദ് മൂപ്പന്റെ ഗ്രൂപ്പിന്റെ മെഡിക്കൽ കോളേജുമാണ് സത്യത്തിൽ അന്ന് എമർജിംഗ് കേരളയിലൂടെ കേരളത്തിന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ പദ്ധതികൾ. അപ്പോൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടാതെ പോകുന്നത് ഇന്നത്തെ അനുഭവമല്ല, ഇന്നലത്തെ അനുഭവമല്ല, UDF സർക്കാർ ഭരിച്ച കാലത്തെയും കേരളത്തിന്റെ അനുഭവങ്ങളാണ് എന്ന്